കർത്താവിന്റെ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ. ഇന്ന് വളരെ അതിപ്രധാനമായിരിക്കുന്ന ഒരു വിഷയമാണ് ഞാനിവിടെ സംസാരിക്കാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ വർത്തമാന പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും വളരെ പ്രസക്തമായ നിലയിൽ ജനബോധവൽക്കരണം എന്ന നിലയിൽ പത്രമാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്തിനെ കുറിച്ചാണ് അല്പസമയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ യുവതലമുറകൾ മദ്യം, മയക്കുമരുന്ന്, MDMA പോലെയുള്ള രാസവസ്തുക്കൾ ഇവയ്ക്ക് അടിമകളായിത്തീരുന്നു. ഹൈസ്കൂൾ തലങ്ങളിലും കോളേജ് ലെവലിലുമുള്ള യുവാക്കന്മാർ മുൻകാലങ്ങളേക്കാൾ ഒക്കെ വ്യത്യസ്തമായ നിലയിൽ അതിഭയാനകമായ മദ്യം, മയക്കുമരുന്ന് ഇത്യാദി വിഷയങ്ങളുടെ അടിമത്വത്തിലേക്ക് പാലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മുഴുവൻ ആളുകൾക്കും പ്രയോജനപ്പെടും എങ്കിലും വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതായി അല്ലെങ്കിൽ പ്രസക്തമായി ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വിഷയം ഞാനിവിടെ പറയാൻ ദൈവസ്ഥ ആഗ്രഹിക്കുകയാണ്. എഫേസ് ലേഖനം അതിന്റെ 5-ാം അധ്യായം അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു. 17-ാം വാക്യത്തിൽ, വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ഇപ്പൊ വീഞ്ഞ് കുടിക്കാം, എന്നാൽ അത് കുടിച്ച് മത്തരാകരുത് എന്നുള്ളതേ ഉള്ളൂ എന്ന് ഒരു വ്യത്യസ്തമായിരിക്കുന്ന വ്യാഖ്യാനം ചില ആളുകൾ ഇതിന് നൽകിയിട്ടുണ്ട്. ആ ബന്ധത്തിൽ ഞാൻ വിശുദ്ധ വേദപുസ്തകം ഈ മദ്യപാനത്തെ സംബന്ധിച്ച് എന്താണ് പഠിപ്പിക്കുന്നത്, എന്തുകൊണ്ട് വിശ്വാസികളായ ആളുകൾ അല്ലെങ്കിൽ യുവതലമുറ മദ്യം എന്ന് പറയുന്ന മഹാവിപത്തിൽ നിന്ന് തങ്ങളെ തന്നെ ഒഴിച്ച് സൂക്ഷിക്കണം എന്നതിലേക്കുള്ള ചില വേദപുസ്തക പരാമർശങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ഒടുവിലായി ലോകത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിൽ ജീവിച്ച മഹാന്മാരായ ആളുകൾ മദ്യത്തെയും മദ്യാസക്തിയെയും സംബന്ധിച്ച് പ്രസ്താവിച്ചുള്ള വളരെ ശ്രേഷ്ഠമായ ചില പ്രസ്താവനകളും ഞാൻ ആ ബന്ധത്തിൽ ചൂണ്ടിക്കാണിച്ച് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ ദൈവസ്ഥ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി സദൃശ്യവാക്യം 20:1 അവിടെ മദ്യത്തെക്കുറിച്ച് ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, വീഞ്ഞ് പരിഹാസിയാകുന്നു. അതിനാൽ വളരെ കലക്കം ഉണ്ടാകും എന്നാണ് ശലോമോൻ പറയുന്നത്. അത് കഴിക്കുന്ന ആരും തന്നെ ജ്ഞാനിയാകയില്ല എന്നും ശലോമോൻ പറയുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഇസ്രായേലിന്റെ രാജാവ് നിലയിൽ എല്ലാവിധമായ സുഖസൗകര്യാദികളോട് ജീവിച്ചു വന്ന ശലോമോന് ഇത് പറയാൻ എന്ത് യോഗ്യതയാണുള്ളതെന്ന്. ശലോമോൻ തന്റെ ജീവിതത്തിന്റെ അനുഭവ പാഠത്തിൽ കൂടെ കാര്യങ്ങളെ പഠിച്ചിട്ട് ദൈവാത്മാവിൽ പരിശുദ്ധാത്മാവ് അവനോട് പറയാണ്, വീഞ്ഞ് പരിഹാസിയാണ്. അത് മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന ഭയാനകമായ ഒരു ഘടകമാണ്. സദൃശ്യവാക്യം 20:1 തന്നെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആ വാക്യഭാഗത്ത് അദ്ദേഹം പറയുന്ന ആശയം നാം ശ്രദ്ധിച്ചു വായിക്കുക. വളരെ വ്യക്തതയോടെ ശലോമോൻ ആ കാര്യം പറയുന്നു. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു, അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകുകയില്ല. വിശ്വചരിത്രത്തിൽ ഇന്നുവരെ മദ്യം എന്ന് പറയുന്നത് ആഹരിക്കുന്ന ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് ശലോമോൻ പറയുന്നത്. വീഞ്ഞ് പരിഹാസിയാകുന്നു, അതുപോലെ തന്നെ അത് കഴിക്കുന്നവൻ അതുകൊണ്ട് മദ്യം കലഹക്കാരനാകുന്നു, പരിഹാസിയാകുന്നു, അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകുകയില്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രബോധനം. സദൃശ്യവാക്യം 23:29 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വളരെ പ്രസക്തമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വേദഭാഗമാണ്. സദൃശ്യവാക്യം 23:29 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. ആ വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കണ്ടുവെപ്പ്, വീഞ്ഞ് കുടിച്ചുകൊണ്ട് നേരം വെളുപ്പിക്കുന്നവർക്കും മദ്യം രുചിച്ചു നോക്കുവാൻ പോകുന്നവർക്കും തന്നെ, വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും
അത് രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ശലോമോൻ പറയുകയാണ്, വീഞ്ഞ് അത് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കുത്തും. നിന്റെ കണ്ണ് പരിസ്ഥിതികളെ നോക്കും, നിന്റെ ഹൃദയം വക്രത പറയും. നീ നടുക്കടലിൽ ശയിക്കുന്നവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയും ആകും. അവർ എന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല. അവർ എന്നെ തല്ലി, ഞാൻ അറിഞ്ഞതുമില്ല. ഞാൻ എപ്പോൾ ഉണരും, ഞാൻ ഇനിയും അതുതന്നെ തേടും എന്ന് നീ പറയും. ശലോമോൻ തന്റെ ജ്ഞാനവചനങ്ങളിൽ പറയുകയാണ്, വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും അത് രസകരമായി രുചിക്കുന്നതും നീ ഒരു നാളും നോക്കരുത്. അത് ഗുരുതരമാകുന്ന വിഷയിലേക്ക്, ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് നിന്നെ ആനയിക്കും എന്നാണ്. അത് ഒടുക്കം നിന്നെ സർപ്പം പോലെ കഴിക്കും, അണലി പോലെ നിന്നെ വിഷം തീണ്ടുമാറാക്കും എന്ന് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യം മദ്യം എന്ന് പറയുന്ന വാക്ക്, അതിലെ വിപത്തിനെ കുറിച്ച് പരാമർശമുള്ളത്. നാം അറിയുന്ന പോലെ നോഹ പ്രളയാനന്തരം ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അത് സമൃദ്ധമായി മുന്തിരി ഉണ്ടായി. അവൻ അതിൽ നിന്ന് വീഞ്ഞ് ഉണ്ടാക്കി, വളരെ നുരയ്ക്കുന്ന വീഞ്ഞ്, അതായത് മദ്യം, ലഹരിയുള്ള വീഞ്ഞ് ഉണ്ടാക്കി. താൻ മദ്യം കഴിച്ച് ബോധരഹിതനായി വിവസ്ത്രനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകനായിരുന്ന ഹാം ചെന്ന് അപ്പന്റെ നഗ്നതയെ തന്റെ സഹോദരന്മാരായ ഷേമിനെയും യാഫേത്തിനെയും വിളിച്ച് കാണിച്ചു. ആ അപ്പന്റെ നഗ്നത ഒരു തുണി കൊണ്ട് മറയ്ക്കേണ്ട ഈ മകൻ അപ്പന്റെ നഗ്നത അനാവൃതമാക്കി. ഉറക്കമുണർന്ന് നോഹ തന്റെ മകൻ ഹാം ചെയ്ത് അറിഞ്ഞിട്ട് അവന്റെ മകനായ കനാനെ ശപിച്ചു എന്നൊരു എഴുത്തിൽ വായിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ മദ്യത്തെ സംബന്ധിച്ചും മദ്യം വരുത്തിവെച്ച നാശത്തെ സംബന്ധിച്ചും പരാമർശിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 9:21 അത് കഴിഞ്ഞ് യെശയ്യാ 28:7 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി മറ്റൊരു സൂചകം ഈ മദ്യത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ വായിക്കുന്നു, എന്നാൽ ഇവരും വീഞ്ഞു കുടിച്ച് ചാഞ്ചാടുകയും മദ്യപിച്ച് ആടി നടക്കുകയും ചെയ്യുന്നു. പുരോഹിതനും പ്രവാചകനും മദ്യപാനം ചെയ്ത് ചാഞ്ചാടുകയും വീഞ്ഞു കുടിച്ച് മത്തരാകുകയും മദ്യപിച്ച് ആടി നടക്കുകയും ചെയ്യുന്നു. അവർ ദർശനത്തിൽ പിഴച്ച് ന്യായവിധിയിൽ തെറ്റിപ്പോകുന്നു. വീഞ്ഞ് കുടിക്കുന്ന അല്ലെങ്കിൽ മദ്യം കഴിക്കുന്ന പുരോഹിതന്, പ്രവാചകന് എന്ത് സംഭവിക്കുന്നു? ദർശനത്തിൽ പിഴയ്ക്കുകയും അവര് തങ്ങളുടെ ന്യായവിധിയിൽ തെറ്റിപ്പോവുകയും ചെയ്യുവാൻ സംഗതിയാകുന്നു എന്നാണ് വായിക്കുന്നത്. അതുപോലെ തന്നെ ഹോശിയ പ്രവാചകന്റെ പുസ്തകം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പുസ്തകമാണ്. ഹോശിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പരസംഗവും വീഞ്ഞും പുതിയ വീഞ്ഞും ബുദ്ധിയെ കെടുത്തിക്കളയുന്നു. പരസംഗവും വീഞ്ഞും പുതിയ വീഞ്ഞും ബുദ്ധിയെ കെടുത്തിക്കളയുന്നു. 1 കൊരിന്ത്യർ 6:10 അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ദൈവരാജ്യം അവകാശമാക്കാത്തവരുടെ ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആരെല്ലാമാണ് ദൈവരാജ്യം അവകാശമാക്കാത്ത ആളുകൾ? നാം അവിടെ വായിക്കുമ്പോൾ കള്ളന്മാര്, ദുർമോഹികള്, മദ്യപന്മാര്, കലഹക്കാര്, പിന്നെ മറ്റ് ഒരുപാട് കാര്യങ്ങൾ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. ഈ വക പ്രവർത്തിക്കുന്നവർ ആരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറയുകയാണ്. ഗലാത്യ ലേഖനം 5:21 അവിടെയും നമ്മൾ വായിക്കുന്നത് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയാത്ത അയോഗ്യന്മാരുടെ ലിസ്റ്റ് പറയുമ്പോൾ ഗലാത്യർ 5:21 അപ്പോസ്തലനായ പൗലോസ് വലിയ ഒരു നീണ്ട നിര തന്നെ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട ശേഷം ഒരു പ്രാവശ്യം ഒരു മദ്യം കഴിക്കുകയോ, ഒരു പ്രാവശ്യം ഒരു മയക്കുമരുന്ന് കഴിക്കുകയോ, ഒരു പ്രാവശ്യം ബീഡിയോ, സിഗരറ്റോ, കഞ്ചാവ് വലിക്കുകയോ ചെയ്ത ആളെ കുറിച്ചല്ല. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുകയും സ്നാനപ്പെട്ടു എന്ന് പറയുകയും ദീർഘനാളുകൾ മദ്യത്തിലും മദ്യക്കലത്തിലും തലയിട്ട് നടക്കുകയും അയോഗ്യമായ ജീവിതശൈലി നയിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വേദപുസ്തകം വ്യക്തമായി പറയുന്നു, സച്ച് വൺസ് ഷാൽ നെവർ ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അങ്ങനെയുള്ളവർ ഒരു നാളും ദൈവരാജ്യം അവകാശം ആക്കുകയില്ല. അപ്പോൾ വാസ്തവത്തില് ഈ മദ്യത്തെക്കുറിച്ച് ദൈവത്തിന് പറയാനുള്ള ദൈവവചനത്തിന്റെ വിവിധ ഭാഗങ്ങൾ, ഇതുകൂടാതെ ധാരാളം വചനഭാഗങ്ങൾ ബൈബിളുണ്ട്. എന്നാൽ അതിശക്തമായി അതിന്റെ ദോഷൈക ഫലങ്ങൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന ഭാഗങ്ങളാണ് ഈ സദൃശവാക്യം 20:1, 23, 29 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ, ഉൽപ്പത്തി 9:21, ഹോശിയ 4:11, 1 കൊരിന്ത്യർ 6:10, ഗലാത്യർ 5:21. ഈ വചനഭാഗങ്ങളിലെല്ലാം
മദ്യത്തിന്റെ അതികഠിനമായിരിക്കുന്ന ഭയാനകതയെ സംബന്ധിച്ചും അത് വരുത്തിവെക്കുന്ന വിപത്തിനെ സംബന്ധിച്ചും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത ദിവസം A.W. ടോസ് എന്ന് പറയുന്ന പ്രശസ്തനായിരുന്ന വേദശാസ്ത്രി അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം, അതായത് ഒരു ചിന്താവാക്യം, ഒരു മോട്ടിവേഷണൽ ഭാഗം ഞാൻ വായിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളിലായി കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുക എന്ന് പറയുന്ന പ്രതിഭാസാത്മകമായ നിർവചനം കൊണ്ട് രക്ഷിക്കപ്പെട്ട ധാരാളം ആളുകൾ സഭകളിലുണ്ട്. അവര് ഈ നിർവചനം കൊണ്ട്, രക്ഷയുടെ നിർവചനം കൊണ്ട് രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും സഭാ കൂട്ടായ്മകളാകുകയും ചെയ്ത ആളുകളാണ്. എന്നാൽ അവരുടെ പ്രവൃത്തി മണ്ഡലത്തിൽ തങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് അവരുടെ ജീവിത ഫലം കൊണ്ട് വെളിപ്പെടുത്തുവാൻ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ദൈവസഭ മുഴുവൻ ഈ രക്ഷയുടെ നിർവചനം കേട്ട് ഒരുവിധം രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ്. വേറൊരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്ന വാക്ക് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. വാൻ ഹാവനർ എന്നാണ് അദ്ദേഹത്തെ പല പ്രാവശ്യവും ഞാൻ എന്റെ സ്പീച്ചിൽ കോട്ട് ചെയ്യുന്ന ഒരു അമേരിക്കൻ പ്രസംഗിയും എഴുത്തുകാരനുമാണ്. അദ്ദേഹം പറയുന്നു, ദ ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇസ് ഫിൽഡ് വിത്ത് ബാപ്റ്റൈസ്ഡ് സിന്നേഴ്സ്. അതായത് ദൈവസഭ മുഴുവനായും സ്നാനപ്പെട്ട പാപികളെ കൊണ്ട് നിറഞ്ഞു കവിയുന്നു. രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ കൊണ്ടല്ല, സ്നാനപ്പെട്ട പാപികളെ കൊണ്ട്. വളരെ ഗുരുതരമായ പെശകാണിത്. ഇങ്ങനെയുള്ള രക്ഷയുടെ അനുഭവം യഥാർത്ഥമായ ജീവിതത്തിൽ ഉണ്ടാവാതെ, വീണ്ടും ജന്മം പ്രാപിക്കാതെ, ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാതെയുള്ള ആളുകളെ സംബന്ധിച്ചാണ് വിശുദ്ധ വേദപുസ്തകം ഇത്രയും ശക്തമായ നിലയിൽ എതിർത്ത് ഈ മദ്യപാനത്തെ കുറിച്ച് പറയുന്നത്. മദ്യം ഒരിക്കലും ഒരു സഹായിയായി ഇരിക്കില്ല. അത് സദൃശവാക്യം 20:1 വായിക്കുന്ന പോലെ പരിഹാസിയും കലഹക്കാരനുമാകുന്നു. എന്റെ ബാല്യകാലം മുതൽ മദ്യപന്മാരായ ആളുകളുടെ വീടുകളിലെ കലഹം പലതും ഞാൻ കണ്ടിട്ടുണ്ട്. ബാല്യകാലത്ത് കാൽച്ചട്ടയിട്ട് കക്ഷത്തിൽ പുസ്തകം വെച്ച് പ്രൈമറി സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ പോകുന്ന സ്കൂളിന്റെ വഴിയിൽ 3-4 കുടിയന്മാരുടെ വീടുണ്ടായിരുന്നു. എന്നും അവിടെ വഴക്കാണ്, എന്നും അവിടെ ഭാര്യയെ തല്ലുകയാണ്, എന്നും അവിടെ കുഞ്ഞുങ്ങളെ എടുത്ത് മുറ്റത്തെറിയുകയാണ്, എന്നും അവിടെ പാത്രങ്ങൾ തല്ലിപ്പൊട്ടിക്കുകയാണ്. പിന്നീട് വളരെ കാലം കഴിഞ്ഞ ശേഷമാണ് സദൃശവാക്യം 20:1 വായിച്ചപ്പോൾ ആണ് എനിക്കിതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ശലോമോൻ പറയാണ്, വീഞ്ഞ് പരിഹാസിയും അത് കലഹക്കാരനുമാകുന്നു. അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ഒരുത്തൻ പോലും ജ്ഞാനിയായി തീരുകയില്ല എന്ന്. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദനെ സംബന്ധിച്ച് അവന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ശരീരം പരിശുദ്ധാത്മാവിന്റെ സ്വഭാവത്തിന്, വിശുദ്ധിക്ക് യോഗ്യമായ നിലയിൽ നാം സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമായ ശരീരത്തിന്റെ സൂക്ഷിപ്പുകാരനായി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ശരീരം കൊണ്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത യാതൊരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൽ നമ്മൾ വാസ്തവത്തില് ഈ അബ്സ്റ്റനൻസ് ഫ്രം ലിക്വർ, അതായത് മദ്യത്തിൽ നിന്നുള്ള അകന്ന് സൂക്ഷിച്ച് ജീവിക്കുന്ന സ്വഭാവ രീതിയും നമ്മെ ഓർപ്പിക്കുന്നു. ഇവിടെ വളരെ വേഗത്തിൽ ഞാൻ ലോകമഹാന്മാരിൽ ചില ആളുകൾ ഈ മദ്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ആധുനിക തലമുറ നമ്മുടെ പഴയകാല തലമുറ പോലെയല്ല. പഴയകാലത്ത് നമുക്ക് മാതാപിതാക്കളെ ഭയപ്പെട്ട് അവരെ അനുസരിച്ച് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രമാണങ്ങളെ, അല്ലെങ്കിൽ അതാത് മതവിശ്വാസികൾ വിശ്വസിക്കുന്ന അവരുടെ മതങ്ങളുടെ ധർമ്മശാസ്ത്രങ്ങളെ അനുസരിച്ച് ജീവിക്കുന്ന യുവതലമുറയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് പോലീസ് എത്രയോ കിലോ കണക്കിനാണ് കഞ്ചാവും MDMA ഒക്കെയും പിടിച്ചെടുത്ത് അതും കുഞ്ഞുങ്ങളുടെ ഭാവിയെ സമ്പൂർണമായി നശിപ്പിക്കുന്ന ഈ മഹാവിപത്തുകളെ ഇന്ന് സമൂഹത്തിന്റെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വാസ്തവത്തിൽ എന്ത് ചെയ്യണം? നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ നമ്മെ സഹായിക്കുന്ന, ലോകത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ അവബോധനം നൽകിയ ചില മഹാന്മാരായ ആളുകളുടെ വാക്കുകൾ മദ്യപാനത്തെ സംബന്ധിച്ചുള്ളത് ഇവിടെ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വില്യം ഷേക്സ്പിയർ ആംഗലേയ സാഹിത്യമുള്ള കാലം അത്രയും ഒരിക്കലും ആംഗലേയ സാഹിത്യത്തിനും ലോകത്തിനും മറക്കാൻ കഴിയാത്ത വിശ്വ സാഹിത്യകാരനായിരുന്നു വില്യം ഷേക്സ്പിയർ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം മദ്യത്തെക്കുറിച്ച് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാം. അദ്ദേഹം പറയാണ്, ആൽക്കഹോൾ ഈസ് എ പോയിസൺ മെൻ ടേക്ക് ഇൻ ടു ദി മൗത്ത് ടു സ്റ്റീൽ അവേ ദ ബ്രെയിൻ. മനുഷ്യന്റെ തലച്ചോറിനെ കൈമോശം വരുത്തക്ക നിലയിൽ മനുഷ്യൻ ആഹരിക്കുന്ന ഒരു മാരക വിഷമാണ് മദ്യം എന്ന് പറയുന്നത്.
പറഞ്ഞാൽ മനുഷ്യന്റെ തലച്ചോറിനെയും അവന്റെ ബുദ്ധിയെയും അതിനെ ക്യാപ്ചർ ചെയ്ത് കളയുന്ന, അതിനെ നഷ്ടപ്പെടുത്തി കളയുന്ന, അതിനെ ഇല്ലായ്മ ചെയ്ത് കളയുന്ന ഒരു മരണകരമായ വിഷം, മനുഷ്യൻ ആസ്വദിക്കുന്ന മരണകരമായ വിഷമാണ് മദ്യം എന്ന്. പണ്ടൊരു പറച്ചിലുണ്ടായിരുന്നു, ഫസ്റ്റ് എ പേഴ്സൺ ടേക്സ് ദ ടൊടി ആൻഡ് ലേറ്റർ ദ ടൊടി ടേക്സ് ഹിം. എന്ന് പറഞ്ഞാൽ ആദ്യം മദ്യപാനി മദ്യം കഴിക്കുന്നു, കുറെ കഴിയുമ്പോൾ മദ്യം അവനെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങുന്നു. അതുകൊണ്ടാണ് എഫേസ്യർ 5:17 പൗലോസ് പറഞ്ഞത്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആകയാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി നിങ്ങൾ തീരുവീൻ എന്ന് അദ്ദേഹം പ്രബോധിപ്പിക്കുന്നു. ഇപ്പൊ വില്യം ഷേക്സ്പിയർ പറഞ്ഞത് ശരിയാണ്, ആൽക്കഹോൾ ഈസ് എ പോയിസൺ, മെൻ ടേക്ക് ടു ദി മൗത്ത് ടു സ്റ്റീൽ അവേ ദ ബ്രെയിൻ. മനുഷ്യന്റെ സ്വാഭാവികമായ ബുദ്ധിയെ നഷ്ടപ്പെടുത്തി കളയുവാൻ, അതിനെ ഇല്ലായ്മ ചെയ്ത് കളയുവാൻ മനുഷ്യൻ സ്വമനസ്സോടെ പാനം ചെയ്യുന്ന മരണകരമായ വിഷമാണ് മദ്യം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് സ്റ്റേറ്റ്മാൻ ആൻഡ് പ്രൈം മിനിസ്റ്റർ ഗ്ലാഡ്സ്റ്റൺ, അതായത് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയും അവിടുത്തെ പ്രഥമ പൗരന്മാരിൽ ഒരുവനുമായിരുന്ന ഗ്ലാഡ്സ്റ്റൺ പറയുകയാണ്, അദ്ദേഹം പറഞ്ഞ സ്ട്രോങ് ഡ്രിങ്ക് ഈസ് മോർ ഡിസ്ട്രക്റ്റീവ് ദാൻ വാർ, പെസിലൻസ് ആൻഡ് ഫാമിൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീര്യമുള്ള മദ്യം അത് ഇന്ന് വരെ കേട്ടുള്ള സകല യുദ്ധങ്ങളെക്കാളും ക്ഷാമങ്ങളെക്കാളും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളെക്കാളും, യുദ്ധങ്ങളെക്കാളും ക്ഷാമത്തെക്കാളും പ്രകൃതി ദുരന്തത്തെക്കാളും ഏറ്റവും ശക്തവും അപകടകരവുമാണ്. ഇതാരാ പറഞ്ഞ്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാരിൽ ഒരാളായിരുന്ന മിസ്റ്റർ ഗ്ലാഡ്സ്റ്റൺ പറഞ്ഞ വാക്കുകളാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഇനി 3, സർ വിൽഫർഡ് ലോസൺ പറയുകയാണ്, എന്താ പറയുന്നത്? ദ ഡെവിൾ ഇൻ സൊല്യൂഷൻ. അതായത് ജീവിതത്തിന്റെ പ്രശ്ന പരിഹാരകനായി മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന പിശാചാണ് മദ്യം എന്ന് പറയുന്നത്. അല്പം മാനസിക പ്രയാസം ഉണ്ടെങ്കിൽ മദ്യം, പിന്നെ മാനസിക സംഘർഷം ഉണ്ടെങ്കിൽ മദ്യം, നിരാശയുണ്ടെങ്കിൽ മദ്യം, സാമ്പത്തികമായ കടബാധ്യത ഉണ്ടെങ്കിൽ മദ്യം, മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ മനുഷ്യനെ ബാധിച്ചാൽ മദ്യം. നമ്മുടെ കാപ്പിപ്പടി അച്ഛൻ പറയാറുണ്ട്, കർത്താവായ യേശു ക്രിസ്തു മരിച്ച വെള്ളിയാഴ്ച യേശു മരിച്ചൊരു ദുഃഖത്തിന് അല്പം മദ്യം, ഞായറാഴ്ച ഉയർത്താൽ യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ പേരിൽ അല്പം മദ്യം, പിന്നെ വിവാഹ കുദാശകൾക്ക് അല്പം മദ്യം, മാമോദിസായ്ക്ക് അല്പം മദ്യം, പ്രത്യേകമായി കുടുംബം ഒത്തുചേരുന്ന പ്രധാനപ്പെട്ട ദിവസങ്ങളിലെല്ലാം അല്പം മദ്യം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് എന്ന് ഇദ്ദേഹം വിൽഫർഡ് ലോസൺ പറയുകയാണ്, ദ ഡെവിൾ ഇൻ സൊല്യൂഷൻ. മനുഷ്യന്റെ പ്രശ്നപരിഹാരകൻ എന്ന നിലയിൽ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സാത്താൻ, പിശാചാണ് മദ്യം എന്ന് പറയുന്നത്. ഏബ്രഹാം ലിങ്കൻ, അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്ന ഏബ്രഹാം ലിങ്കൻ പറയുകയാണ്, എ ക്യാൻസർ ഇൻ ഹ്യൂമൻ സൊസൈറ്റി ഈറ്റിംഗ് ഔട്ട് ഇറ്റ്സ് വൈറ്റൽ ആൻഡ് ത്രെറ്റനിങ് ഇറ്റ്സ് ഡിസ്ട്രക്ഷൻ. അതായത് മനുഷ്യ ശരീരത്തെ ക്യാൻസർ പോലെ, അർബുദം പോലെ കാർന്ന് തിന്ന് നശിപ്പിക്കുന്ന മഹാവിപത്താണ് മദ്യം. ഏബ്രഹാം ലിങ്കൻ, അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതാണ്. ഇനി റോബർട്ട് ഹാൾ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം പറയുകയാണ്, ഇറ്റ് ഈസ് എ ഡിസ്റ്റിൽഡ് ഡാമിനേഷൻ. എന്ന് പറഞ്ഞാൽ ചാരായം വാറ്റിയെടുക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ വാറ്റിയെടുക്കപ്പെട്ട മനുഷ്യന്റെ വംശനാശം അല്ലെങ്കിൽ നാശം, വാറ്റിയെടുത്ത മനുഷ്യന്റെ നാശം, അതാണ് ഈ മദ്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത പറയുന്നത് ഇംഗ്ലീഷ് സ്റ്റേറ്റ്മാൻ ലോർഡ് ചെസർഫീൽഡ്. ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്ന ലോർഡ് ചെസർഫീൽഡ് പറയാണ്, ആൻ ആർട്ടിസ്റ്റ് ഇൻ ഹ്യൂമൻ സ്ലോട്ടർ. അതായത് മനുഷ്യനെ മുടിക്കുന്ന ഒരു കലാകാരൻ, മനുഷ്യരാശിയെ കൊന്നുമുടിക്കുന്ന ഒരു കലാകാരൻ, അതാണ് മദ്യം എന്ന് പറയുന്നത്. ദ ബ്രിട്ടീഷ് ക്രിട്ടിക് ജോൺ റസ്കിൻ, അതായത് ബ്രിട്ടീഷ് ലോകത്തെ വിമർശന വേദികളിൽ വളരെ ശക്തമായ നിലയിൽ നിരൂപകനും ചിന്തകനുമായി അറിയപ്പെടുന്ന ജോൺ റസ്കിൻ പറയാം, ദ മോസ്റ്റ് ക്രിമിനൽ ആൻഡ് ആർട്ടിസ്റ്റിക് മെത്തേഡ് ഓഫ് അസാസിനേഷൻ എവർ ഇൻവെന്റഡ് ബൈ ദി ബ്രേവ്സ് ഓഫ് എനി ഏജ് ഓർ നേഷൻ. ഏത് കാലഘട്ടത്തിലും ഏത് ജനതകളാലും ഏറ്റവും ബുദ്ധിപരമായി കണ്ടെത്തിയതും അതേസമയത്ത് കൃത്രിമത്വം നിറഞ്ഞതുമായ ഏറ്റവും ഭയാനകമായ മനുഷ്യനെ കൊലപാതകം ചെയ്യുന്ന സാധനം, ഭയാനകമായ നിലയിൽ മാനവജാതിയെ കൊലപാതകം ചെയ്യുന്ന ഒരു സാധനം, അതാണ് മദ്യം എന്ന് അദ്ദേഹം പറയുന്നു. അമേരിക്കൻ WWI ജനറൽ പെർഷിംഗ്, അമേരിക്കയിലെ WWI ജനറൽ പെർഷിംഗ് അദ്ദേഹം പറയാണ്, drunkenness has killed more men than all of history's war. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ അരങ്ങേറിയിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും കൊന്നൊടുക്കപ്പെട്ട ആളുകളെക്കാൾ അധികം ആളുകളെ മദ്യം
മാനവ ചരിത്രത്തിൽ കുഴിച്ചുമൂടിയിട്ടുണ്ട് എന്ന്. വളരെ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണിത്. ജനറൽ റോബർട്ട് ഇ ലീ, കമാൻഡർ ഓഫ് കോൺഫെഡറേറ്റ് ഫോഴ്സസ് ഇൻ അമേരിക്കൻ സിവിൽ വാർ, അമേരിക്കൻ സിവിൽ ആഭ്യന്തര യുദ്ധങ്ങളുടെ സൈനിക മേധാവിയായി സേവനം ചെയ്ത ജനറൽ റോബർട്ട് ഇ ലീ അദ്ദേഹം മദ്യത്തെക്കുറിച്ച് പറയുകയാണ്, മൈ എക്സ്പീരിയൻസ് ത്രൂ ലൈഫ് ഹാസ് കൺവിൻസ്ഡ് മീ that abstinence from spirituous liquids is the best safeguard to morals and health. ധാർമ്മിക ജീവിതത്തിനും ആരോഗ്യ ജീവിതത്തിനും ഏറ്റവും ഫലകരമായ ഔഷധമാണ് മദ്യം ഉപേക്ഷിച്ചുള്ള ജീവിതമെന്ന് എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പഠിച്ച പാഠമാണ് എന്ന് റോബർട്ട് ലീ പറയുന്നു. പ്രസിഡന്റ് ടാഫ് അദ്ദേഹം പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക, he who drinks is deliberately disqualifying himself for administration. അതായത് he who drinks is deliberately disqualifying himself for administration. ഭരണപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ഒരുവനെ അയോഗ്യനാക്കി തീർക്കുന്ന ഒന്നാണ് മദ്യപാനശീലം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് നമ്മെ ഒഴിവാക്കുവാനായിട്ട് സാധിക്കും? ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഒക്കെ ഇപ്പൊ ധാരാളമുണ്ട്, സർക്കാർ തലത്തിലൊക്കെ ധാരാളമുണ്ട്. മദ്യപന്മാരായ ആളുകൾ, മദ്യാസക്തിയുള്ള ആളുകൾ, അതുപോലെ കഞ്ചാവ്, മരിജുവാന, MDMA മുതലായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾ, ഇവരെയൊക്കെ ലഹരിയിൽ നിന്ന് വിമുക്തരാക്കുവാൻ പ്രവർത്തിക്കുന്ന ഒരുപാട് ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഉണ്ട്. ഈ ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഒക്കെ ഒരു പരിധിവരെ മാത്രമേ മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ മനുഷ്യൻ എങ്ങനെ ഇങ്ങനെയുള്ള ദുർസ്വഭാവത്തിൽ നിന്ന് മാറ്റം വരുത്തുവാൻ കഴിയും? ആദ്യമായി മനുഷ്യന് ഉണ്ടാകേണ്ട മാറ്റം എന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തിന്റെ മാറ്റമാണ്. ഒരിക്കൽ ബില്ലി ഗ്രഹാം ഇപ്രകാരം പറയുകയുണ്ടായി, ദ പ്രോബ്ലം ദാറ്റ് ദ വേൾഡ് ഈസ് ഫേസിംഗ് ഈസ് ദി പ്രോബ്ലം ഓഫ് ദി ഹ്യൂമൻ ഹാർട്ട്. ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യ ഹൃദയത്തിന്റെ പ്രശ്നമാണ്. വിച്ച് ഈസ് ദി പ്രോബ്ലം ഓഫ് സിൻ. അതായത് മനുഷ്യ ഹൃദയത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പാപ പ്രശ്നമാണ്. ആൻഡ് വെൻ ദി പ്രോബ്ലം ഓഫ് ദി ഹാർട്ട് ഇസ് മെറ്റ് വിത്ത്, the problem of the world is met with and the result is world peace. അതായത് മനുഷ്യ ഹൃദയത്തിന്റെ യഥാർത്ഥമായ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി കഴിയുമ്പോൾ ലോകത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. അതോടെ ലോകത്തിന് സമാധാനം ഉണ്ടാകും. മനുഷ്യന്റെ പാപ സ്വഭാവമാണ് ഈ വിധത്തിലുള്ള നികൃഷ്ടമായ പ്രവൃത്തികൾ മനുഷ്യനെ കൊണ്ട് ചെയ്യുകയും മദ്യത്തിനും മയക്കുമരുന്നിനും അവനെ അടിമയാക്കി കളയുകയും ചെയ്യുന്നത്. നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ഇച്ഛിക്കാത്ത തിന്മ എന്നൊരു പ്രമാണം മനുഷ്യന്റെ ഹൃദയത്തിൽ ആഴമായി എഴുതപ്പെട്ടതായി കാണുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ഈ പാപ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമ്മുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകുകയുള്ളൂ, ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാകുകയുള്ളൂ. ഇതിനുള്ള ഏക മാർഗം വിശുദ്ധ വേദവസം പറയുന്നുണ്ട്. ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പാപത്തിനു വേണ്ടി, അല്ല മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപത്തിനു വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിക്കുകയും 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച് പാപരഹിതനെന്ന സമസ്ത ജനങ്ങളാലും സാക്ഷ്യം പ്രാപിച്ച് 33 തിരുവയസ്സിന്റെ അന്ത്യത്തിൽ പൊന്തിയോസ് പിലാത്തോസ് നാളിൽ നല്ല സ്വീകാര്യം പ്രാപിച്ചവനായി കാൽവറിയിലെ ഗോൽഗോഥായിലേക്ക് കടന്നുപോയി 2 കള്ളന്മാരുടെ നടുവിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിതനെങ്കിലും അരിമത്തിലെ യോസേഫിന്റെ കല്ലറയിൽ നിന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തു ഇപ്രകാരം പറയുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. മദ്യത്തിനും കഞ്ചാവിനും മയക്കുമരുന്നിനും MDMAയ്ക്കും പിന്നെ മദ്യാസക്തിയിലും ഒക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടായി ഞാൻ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. ക്രിസ്തുവിന് മാത്രമേ ഇങ്ങനെയുള്ള പാപ സ്വഭാവത്തിന്റെ മാസ്മരികതയിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുവാനായിട്ട് കഴിയുകയുള്ളൂ. യേശു ക്രിസ്തു പറഞ്ഞു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി വളരെ ബാല്യത്തിൽ വിശ്വസിക്കാനും സ്വീകരിക്കാനും ഇടയായതുകൊണ്ടാണ് ഒരു പക്ഷെങ്കിൽ ഇന്ന് സമൂഹം കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ സമൂഹം അഭിമുഖീകരിക്കുന്ന മഹാവിപത്തുകളൊന്നായ ഇത്തരം സാമൂഹിക തിന്മകൾ അകപ്പെടാതെ ഈ ബലഹീനായ എനിക്കും രക്ഷപ്പെടുവാൻ ദൈവം കൃപ ചെയ്തത്. വളരെ ബാല്യത്തിൽ ജീവിതവും ഹൃദയവും യേശു ക്രിസ്തുവിനായി കൈമാറി. കർത്താവായ യേശു ക്രിസ്തു തന്റെ വചനം കൊണ്ട്, തന്റെ രക്തം കൊണ്ട്, നിയമത്തിന്റെ രക്തം കൊണ്ട് എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ഒരു പുതുമനുഷ്യനാക്കി എന്നെ തീർത്തു. അത് മുഖാന്തരമായി
ബാല്യം മുതൽ ദൈവഭയമുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ സ്വർഗം എന്നെ സഹായിച്ചു. അല്ല, ഞാൻ നിങ്ങളെക്കാൾ മിടുക്കനായതുകൊണ്ട് ഈ വക കാര്യങ്ങളൊന്നും ചെയ്യാതെ സൂക്ഷിച്ചു എന്നല്ല. കർത്താവിന്റെ കൃപയാൽ ദൈവം എന്നെ രക്ഷിച്ചു. ആ രക്ഷയുടെ ചൈതന്യം ഇന്നുവരെയും പാപത്തിന്റെ ഇങ്ങനെയുള്ള മാസ്മരികതയിൽ നിന്ന് അകറ്റി സൂക്ഷിക്കുവാൻ സഹായിക്കുന്നു. നിങ്ങൾക്കും ഈ ജീവിതത്തെ കടന്നു പിടിച്ചിട്ടുള്ള, ജീവിതത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ എത്രമാത്രം പരിശ്രമിച്ചിട്ടും പുറത്തു വരാൻ കഴിയാത്ത പാപത്തിന്റെ മാസ്മരികമായ വലയത്തിൽ നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് രക്ഷപ്രാപിപ്പാൻ കഴിയും. കർത്താവായ യേശുവിന്റെ രക്തം സകല പാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ യേശു ക്രിസ്തു വിശ്വസിക്കുക. ചുങ്കക്കാരനായ സക്കായി യേശുവിനെ കാണണമെന്ന് ആഗ്രഹിച്ച് യേശു കാണരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാട്ടുതീ തീപരത്തിൽ കയറി അതിന്റെ ഇരകൾക്കിടയിൽ ഒളിച്ചവനായിരുന്നു. ആ വഴിയായി കടന്നു വന്ന യേശു അവനെ കണ്ടു. മേലോട്ട് നോക്കി അവൻ പറഞ്ഞു, സക്കായി ഇറങ്ങി വാ എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ എന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. ഇറങ്ങി വരുമ്പോഴേ അവൻ തന്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. കർത്താവ് അവരെയും കൂട്ടിക്കൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോയി. യേശു പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. ഇന്നു മുതൽ ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു. മദ്യം, മയക്കുമരുന്ന്, MDMA, കഞ്ചാവ്, മരിജുവാന എന്നിവയ്ക്ക് വേണ്ടി ജീവിതം ബലിയർപ്പിച്ച് നാശോന്മുഖമായ ജീവിതപാതയിൽ കൂടെ മുമ്പോട്ട് പുരോഗമിക്കുന്ന ഏതെങ്കിലും യുവാക്കന്മാർ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഈ പാപ സ്വഭാവത്തിൽ നിന്ന് സമ്പൂർണമായ വിടുതൽ നിങ്ങൾക്ക് നൽകുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് സാധിക്കും. അവനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ കൈക്കൊള്ളുക. അപ്പോൾ നിങ്ങൾ പുതുസൃഷ്ടിയായി തീരും. അതുമുതൽ നിങ്ങളുടെ ഹൃദയം പുതുതാകും, നിങ്ങളുടെ ചിന്ത പുതിയതാകും, നിങ്ങളുടെ നിരൂപണങ്ങൾ പുതിയതാകും, നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പുതിയതായി തീരും. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണെന്നുള്ള അവബോധം നിങ്ങളുടെ ഹൃദയങ്ങളുണ്ടാകും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോൾ മുതൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കും. നിങ്ങൾ ദൈവ മകൻ അല്ലെങ്കിൽ മകളായിത്തീരും. അതിനായി ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്ന ആരെങ്കിലും രഹസ്യ ജീവിതത്തിൽ മദ്യം, മയക്കുമരുന്ന് ഇത്യാദി സാധനങ്ങൾ ആശ്ലേഷിക്കുന്നവരാണെങ്കിൽ, ഞാൻ എന്നോട് പറയട്ടെ, രക്ഷിക്കപ്പെട്ടവന്റെ ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. എന്റെ ആലയം നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഈ ശരീരം വിശുദ്ധിയിൽ ദൈവകൃപയിൽ സൂക്ഷിക്കുവാൻ ദൈവം ഫലമേൽപ്പിച്ചതാണ്. ആകയാൽ ശരീരാത്മദേഹികളെ ദൈവവചനം നിഷ്കർഷിക്കുന്ന, ആവശ്യപ്പെടുന്ന ദൈവിക വിശുദ്ധിയിൽ സൂക്ഷിപ്പാൻ വിശ്വാസികളായ പ്രിയപ്പെട്ടവർക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ ഞങ്ങളുടെ കൂട്ടുസുഹൃത്തും സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള.